സൂചി കൂട്ടാനുള്ള സ്ഥലം അള്ളാഹുവിന്റെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ വിവാദത്തുകാരനായിരുന്നു ഇബ്ലീസ്. ഈ ഇബ്ലീസ് കാഫറായി. എന്തുകൊണ്ട് കാഫറായി? മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് പടച്ചവൻ കൽപ്പിച്ചു കിടക്കാൻ ഓരോ സാധനത്തിന്റെ പേരുകൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. മഹാനായ ആദം നബി അലൈഹിസ്സലാം അത് പഠിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്ത്? ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ ഉസ്താദ്. ഈ ഉസ്താദിനെ ബഹുമാനിക്കേണ്ടതുണ്ടെന്ന് ലോകത്തെ പഠിപ്പിക്കാനായി അള്ളാഹു എന്ത് ചെയ്ത്? അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പഠിച്ചവൻ. ഈ കൽപ്പിക്കപ്പെട്ടവരിൽ ഇബ്ലീസ് ഉണ്ടായിരുന്ന എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ബഹുമാനപ്പെട്ട ജിബ്രീൽ ഉൾപ്പെടെയുള്ള എല്ലാ മലക്കുകളും അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദായി. ഇബ്ലീസ് സുജൂദ് ചെയ്ത് അള്ളാഹ് ചോദിച്ച് എന്തരാ നീ സുജൂദ് ചെയ്യാൻ? ഇബ്ലീസ് ധൈര്യത്തോട് ഇവിടെ പറഞ്ഞു, അന ഖൈറുൻ മിൻഹു, പഠിച്ചവനെ ഞാൻ ആദമിനെക്കാണ് ഖൈറാൻ, ഉസ്താദിനെക്കാണ് വലിയ ആളാണ് ഞാനെന്ന് ഇബ്ലീസ് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, ഇവിടെ പുറത്തു പോ, നീ ശപിക്കപ്പെട്ടവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കി. കാരണം എന്താ? പഠിപ്പിച്ച പുസ്തകം നിന്ദിക്കി എന്നുള്ള കാരണം. ഈ നിലയ്ക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തവരെല്ലാം കാഫറായി ചരിത്ര. ഇസ്ലാമിൽ ബൽആം കാഫറായി. എന്താ? മൂസ നബി അലൈഹിസ്സലാമിന്റെ എതിൽ പറഞ്ഞു. ഇബ്ലീസൊക്കെ കാഫറായി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ നിന്ദിച്ചു. ഈ നിലയ്ക്ക് വലിയ വലിയ ആളുകളെല്ലാം കാഫറാവാനുണ്ടായ കാരണം ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതിരിക്കലാണ്. ഈ കൂട്ടർ എന്ത് ചെയ്യുന്ന? ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദ് ഏറ്റവും വലിയ മഹാൻ, ഒരു കറാഹത്ത് പോലും പ്രവർത്തിക്കാത്ത ആ മഹാനെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ എന്ന് പറഞ്ഞ ആരാധികളിന്റെ ബഹറാണ്. ഇവർക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും വാദപ്രതിവാദം ചെയ്യാനും വലിയ ആളുകളാവാൻ ഇവരെ പഠിപ്പിച്ചതാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ. ഇവർ രണ്ടുപേരും പിഴച്ചിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിരായിട്ട് സംഘടനയുണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവര് രാജ്യം മുഴുവനും ഫിത്തിനാക്കാൻ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർ ചെയ്യുന്ന പണി. ഒരു മഹലിൽ ഒരു പള്ളി, അതിന്റെ തൊട്ടടുത്തൊരു പള്ളി, അവർക്കൊരു പള്ളി കയറ്റാൻ കഴിയില്ലെങ്കിൽ ഉള്ള പള്ളി എന്താ കൈകയറുന്നിട്ട് അവർ കൈവശപ്പെട്ടു. അവർ ചെയ്യുന്ന പള്ളി നിങ്ങൾക്കല്ലേ എല്ലാ നാടും ഫസാദയിൽ ഒരു മദ്രസ ഉണ്ടെങ്കിൽ അതിന്റെ എരുത്ത് മറ്റൊരു മദ്രസ. എന്നിട്ട് അവർക്ക് സ്വന്തം ഒരു മലക്ക് മദ്രസ കയറ്റാൻ കഴിയാത്തോർക്കെന്ത് ചെയ്യാം? പഴയ കാലത്ത് സമസ്തന്റെ ആളുകൾ ഉണ്ടാക്കിയതായ മദ്രസ ബലം പ്രയോഗിച്ച് കയ്യേറും. അതെങ്കിൽ ഉള്ള മദ്രസ രണ്ടായി വായിച്ച് പകുതി അവർക്കും പകുതി സമസ്ത. ഇതൊക്കെ നല്ല കാര്യങ്ങൾ ആലോചിച്ചു. ബുദ്ധിയുള്ളവർ ചിന്തിക്കും ഇതൊക്കെ നല്ല പണിയാണ്. ഉസ്താദന്മാരെ എതിർക്കാൻ നല്ല കാര്യമാണോ? ഉസ്താദന്മാരെ തെറി പറയാൻ നല്ല കാര്യമാണ്. ഉസ്താദന്മാരുടെ എതിരിൽ എന്താ കേസ് കൊടുക്കുക, ഇത് നല്ല കാര്യമാണ്. നാട്ടിൽ നടന്ന സമുദായം ഒറ്റക്കെട്ടായി ജീവിക്കുന്ന സമുദായം. അള്ളാഹ് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന യഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ മുഴുവൻ സഹോദരന്മാരാണ്. അൽ ഈമാനും ഇന്നമൽ മുഅ്മിനൂന യഖ്വത്തു, മുഅ്മിനീങ്ങൾ മുഴുവനും സഹോദരന്മാരാണ്. അള്ളാഹ് പറയാം, അൽ മുഅ്മിനു കനഫ്സിൻ വാഹിദിൻ, മുഅ്മിനീങ്ങളെല്ലാം ഒരേ ശരീരം പോലെയാണ്. നമ്മളെല്ലാവരും 17 പ്രാവശ്യം അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്നവരാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് തേടുന്നു. ആയതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് പടച്ചവനെ ഞങ്ങളെ ഹിദായത്താക്കണമെന്ന് 17 പ്രാവശ്യം നമ്മളെല്ലാവരും കൈകെട്ടി പടച്ചവനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയാം. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കും. ഞാൻ എന്നല്ല പറഞ്ഞേ, പഠിച്ചവനെ നിനക്ക് ഞാൻ ആരാധിക്കുന്നു, നിന്നോട് ഞാൻ സഹായത്തിന്, എന്നെ നീ മുസ്തഖീമായ വഴിയിലേക്ക് ഹിദായത്താക്കണം എന്നല്ല പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞെന്താ? ലോകത്തുള്ള മുഅ്മിനീങ്ങളാണ്. അപ്പൊ ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? അയാളുടെ സ്വന്തം നഫ്സിന് മാത്രം ദുആ ചെയ്താൽ പോരാ, മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യണമെന്ന റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഈ മുസ്ലിം സമുദായം സമാധാനത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളെ പോലെ ഒരു ശരീരം പോലെ ജീവിക്കേണ്ടുന്നതായി സമുദായത്തെ ഭിന്നിപ്പിച്ച് തല്ലും തകരാറും കുത്തും കൊലയും കേസൊക്കെ ഉണ്ടാക്കി ഇവരെ പറ്റി എന്ത് പറയാൻ ഞങ്ങൾ? ഇവര് നല്ലവരായിട്ട് കണക്കാക്കാൻ കഴിയും? ഉസ്താദന്മാരെ തെറി പറഞ്ഞവരെ പോയി കേസ് കൊടുത്ത് നല്ലവരാണെന്ന് നിങ്ങൾ പറയാൻ കഴിയും? നാട്ടിൽ കുഴപ്പമുണ്ടാക്കി മതസ്ഥാപനങ്ങൾ ഭിന്നിപ്പിക്കുകയും കുത്തും കൊലയും തല്ലും തകരാറും ഉണ്ടാക്കുന്ന ഇവർ നല്ലവരാണെന്ന് അംഗീകരിക്കാൻ കഴിയും?
ആയതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും സമസ്തന്റെ പിന്നിൽ അണിനിരക്കുന്നത് മഹത്തായ സംഘടനയാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെയാണ്. സമസ്തന്റെ ആലിമീങ്ങൾ മുഴുവനും പൊള്ളന്മാരോ കള്ളന്മാരോ വഞ്ചകന്മാരോ ആരും തന്നെ ഇല്ല എതിരെ. സമസ്തയിൽ എല്ലാവരും പരിശുദ്ധവാന്മാരാണ്. ഒരു സമസ്തന്റെ മുഷാവറ മെമ്പർമാരിൽപ്പെട്ട ഒരാളെ പറ്റി നിങ്ങൾക്കൊരു ഒരു കുറ്റം പറയാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനത്തെ നല്ല നല്ല മഹാന്മാരാണ് സമസ്തന്റെ ആലിമീങ്ങൾ. അവർ സാദിഖീങ്ങളാണ്. അള്ളെന്താ പറയും, നിങ്ങൾ അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്യുകയും സാദിഖീങ്ങളോട് കൂടെയും ആവണം. അപ്പം നല്ലവരോടുള്ള സ്നേഹബന്ധം ഉണ്ടാകും. നല്ലവരായിരിക്കുന്ന ആൾക്കാരെ പിൻപറ്റുക, അവരുടെ ആശയത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായാൽ ദുനിയാവിലും ആഖിറത്തും രക്ഷയുണ്ടാകുമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോഴും ഈ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന പിറ്റുണ്ടാക്കുന്ന മതസ്ഥാപനങ്ങൾ നമുക്ക് ബാധിച്ച സമുദായത്തിന്റെ ഭിന്നിപ്പുണ്ടാക്കിയ ഉസ്താദന്മാരെ എതിർത്ത അത്തരം ആളുകളുടെ ഒപ്പം കൂടിയാൽ ചാരിയത് ആറുന്ന കേട്ടില്ലേ? ഇവരുടെ ഒപ്പം കൂടിയ കയ്യിലുണ്ടാവില്ല മക്കളെ, ചെറുതേ ഉണ്ടാവുള്ളൂ. അവരെവിടെ എത്തുന്ന അവിടെ തന്നെ കൂടെ കൂടിയവരുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ സലാമത്താവണം, നല്ലവരാവണമെന്ന് പൂതിയുണ്ടെങ്കിൽ എല്ലാവരും സമസ്തന്റെ പിന്നിൽ അണിനിരക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മളെ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ നിഅമത്തിന്റെ വീടായ സുഖലോക സ്വർഗത്തിലുമുള്ള നമ്മൾ ഒരുമിച്ച് കൂട്ടി തരട്ടെ. റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ പദവി കൊണ്ട് അവന് നമ്മളെല്ലാവരെയും അല്ലാഹു അവന്റെ ദീനിന്റെ ഖാദിമകളിൽ പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ വക വിഷമങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു തആല തീർത്തു തരട്ടെ. ഐശ്വര്യത്തിനും നിഅമത്തിനും ബർക്കത്തിനും അല്ലാഹു തആല തിരിച്ചു തരട്ടെ. മരിക്കുന്ന സമയം പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം റഹ്മാനായ റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.